ഹലോ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ വെള്ളക്കടല. ഇതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണേ. കറി വയ്ക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് വേവിച്ച് സലാഡ് പോലെ കഴിക്കും. അതിനേക്കാളും ഉപരിയായി ടേസ്റ്റി ആയിട്ട് മറ്റൊരു സാധനം കൂടി നമുക്ക് ഉണ്ടാക്കാം. അതെന്താണെന്ന് കാണണ്ടേ? അപ്പോൾ ദേ ഈ കടല കുതിർന്നു കഴിഞ്ഞാൽ നമ്മളത് വേവിക്കൊന്നും വേണ്ട, വേവിക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതേ ആ കടല ഞാൻ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഇതേ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം പിടികിട്ടി കാണുന്നു വരുന്നു. ദേ ആ കുതിർത്ത കടല നമുക്ക് തൊലിയൊന്നും ഇതിൻ്റെ കളഞ്ഞെടുക്കണ്ട. സാധാരണ കറി വയ്ക്കുന്ന കറുത്ത കടല വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് അതിനകത്ത് വരുന്നൊരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ആ തൊലി നമ്മൾ കളയണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തൊലി കളയണ്ട. അപ്പോൾ അതേ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? പരിപ്പ് വട. സൂപ്പർ ടേസ്റ്റാണ്. ആ പരിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. സവോള ചെറുതായിട്ട് നുറുക്കിയത് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം. അപ്പം ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ചധികം എല്ലാം കൂടുതൽ ഇടുന്നതാണ്. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ഇട്ടാൽ മതി. ഞാൻ ഉള്ളിയൊക്കെ കുറച്ച് അധികം ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരക്കപ്പ് അളവോളം അരിപ്പൊടിയാണ് കേട്ടോ. ഇതാ അത് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പൊടി ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പൊടി ചേർക്കാം. അതുപോലെ ഉപ്പ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്തെടുക്കാം കേട്ടോ. പിന്നെ അല്പം വെള്ളം ചേർത്തിട്ട് വേണം ഈ കടല ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ കുഴച്ചെടുത്ത ഈ മാവ് നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് പരത്തിയെടുക്കാം. പറ്റിക്കുക. ഇപ്പോൾ വലിപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കുഞ്ഞി വലിപ്പത്തിലാണ് ആക്കണേ. വലിയ വലിപ്പത്തിലും ആക്കും. ഇവിടെ ഒരാൾ ചെറുത് തന്നെ ആക്കണേന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ ആക്കിയതാണ്. അപ്പം ഇനി വലുത് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കട്ടെ. നമ്മൾ കടകളിലൊക്കെ ആക്കുന്ന വലിപ്പം ഒരു പക്ഷേ ഇതും ഇതിനേക്കാൾ വലുതും വരാറുണ്ട്. ഇതൊന്നുമല്ല, ഇതിൽ വലിപ്പം വരും. വരണം. ഇത് ശരിക്കും നമ്മൾ കുറച്ചും കൂടി പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. പക്ഷെ ഞാൻ അധികം പൊടി ചേർത്തിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടി ചേർത്തോട്ടോ. വലുത് വേണ്ട കേട്ടോ. അത് വലുത് എനിക്ക് കഴിക്കാൻ വേണ്ട, നിനക്കല്ല. കുഞ്ഞു എന്നെ സഹായിക്കാൻ കൂടി കേട്ടോ. ഇപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടച്ചോടെന്ന് പറഞ്ഞ പോലെ എന്തായാലും പഴം വാങ്ങിച്ചിട്ടൊക്കെ അതേ പഴുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 പഴം എടുത്ത് അങ്ങോട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ചേർത്തേക്കണത് മൈദപ്പൊടിയും അതേപോലെ അരിപ്പൊടി, ജീരകം, എള്ള്, അല്പം പഞ്ചസാര, ഉപ്പ്, ഇതൊക്കെയാണ് ചേർത്തേണേ. ചീത്തയായി പോയിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ ഞാനിത്
ഇനി നമുക്ക് പരിപ്പട ഓരോന്നോരോന്നായി അങ്ങോട്ട് വറുത്തെടുക്കാം. എന്താവുമെന്ന് അറിയില്ല അങ്ങോട്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ട്, ഹെൽത്തി പരിപ്പ് വട. അയ്യോ ടേ പോയി. അടുത്ത ട്രിപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വേഗാണ്ട് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് ദിവസമായിട്ടുള്ള കൊതിയാണ് ഒരു പരിപ്പട കഴിക്കാൻ. പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷെ പുറത്തുനിന്ന് വാങ്ങണേൽ അവർ വറുക്കുന്ന എണ്ണ സാധനങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ തനത് ശൈലിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പരിപ്പട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു കടി അടിച്ചേ വേണ്ട. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല തിന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് കട്ടിയിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കടിച്ചു നോക്കാം. കടയിൽ നിന്ന് വാങ്ങണ പരിപ്പുവട ഈ ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ്. കാരണം അത് ചണയാണ്, ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം ചണ കൊണ്ട് നമുക്ക് എപ്പോഴും പരിപ്പുവട ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല വിലയാണ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ഹെൽത്തി ആയിട്ട് നമുക്കൊരു പരിപ്പുവട കഴിക്കണം തോന്നിയാൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം, അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ. കഴിക്കട്ടെ. ഭയങ്കര ക്രിസ്പി, സോ ഗുഡ്. പഴംപൊരി ഇഷ്ടപ്പെട്ട ഓൾക്കാ കുട്ടികളില്ലേ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ടാറ്റാ ബൈ ബൈ.